മദ്യം ശരീരത്തിനുള്ളിലെത്തിയാൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഇത് വെറുമൊരു ഉന്മേഷമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനെയും ആന്തരിക അവയവങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ നിമിഷങ്ങൾ നമുക്കൊന്ന് കാണാം. മിനിറ്റുകൾക്കുള്ളിൽ മദ്യം തലച്ചോറിലെത്തുന്നു. ഇത് വിവരങ്ങൾ കൈമാറുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പതുക്കെയാക്കുന്നു. അതുകൊണ്ടാണ് സംസാരം കുഴയുന്നതും ബാലൻസ് തെറ്റുന്നതും. ഇത് നിങ്ങളുടെ വിവേചന ബുദ്ധിയെയും പ്രതികരണശേഷിയെയും തളർത്തുന്നു. നിങ്ങൾ കുടിക്കുന്ന മദ്യത്തിന്റെ 90% ശുദ്ധീകരിക്കുന്നത് കരളാണ്. കരൾ ഇതിനെ അസറ്റാൽഡിഹൈഡ് എന്ന വിഷാംശമാക്കി മാറ്റുന്നു. കരളിലെ എൻസൈമുകൾക്ക് 1 മണിക്കൂറിൽ ഒരു ചെറിയ അളവ് മദ്യം മാത്രമേ ശുദ്ധീകരിക്കാൻ കഴിയൂ. മദ്യം ഒരു ഡയൂററ്റിക്കാണ്, അതായത് ഇത് ശരീരത്തിലെ ജലാംശം വേഗത്തിൽ പുറന്തള്ളാൻ പ്രേരിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങൾ ചുരുങ്ങാൻ കാരണമാകുന്നു. പിറ്റേന്നത്തെ കഠിനമായ തലവേദനയ്ക്കും ക്ഷീണത്തിനും പ്രധാന കാരണം ഇതാണ്. ചുരുക്കത്തിൽ, മദ്യം നിങ്ങളുടെ അവയവങ്ങൾക്ക് വലിയ ഭാരമാണ് നൽകുന്നത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യൂ. ഈ ചാനൽ ഫോളോ ചെയ്യൂ.